ഞങ്ങളിന്ന് നിങ്ങളെ കാണാൻ ഉദ്ദേശിച്ചത് കേരള സർവകലാശാലയുടെ നിയമം അനുവദിക്കാത്ത അധികാരങ്ങൾ കവർന്നെടുത്ത് അമിത അധികാര പ്രയോഗത്തിലൂടെ കേരള സർവകലാശാലയുടെ മുന്നേറ്റത്തെ, അക്കാദമിക ഗവേഷണ മേഖലയിലെ മുന്നേറ്റത്തെ തകർക്കാൻ കേരള സർവകലാശാലയിലെ താൽക്കാലിക VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ആരുടെയൊക്കെ കയ്യിൽ നിന്ന് അച്ചാരം മേടിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. ഇത് പറയാൻ കാരണം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലയാണ് നമ്മുടെ സർവകലാശാല. ഈ സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് യോഗം ചേർന്നിട്ട് 6 മാസം പിന്നിടുകയാണ്. അവസാനമായി സർവകലാശാലയിൽ ഒരു റെഗുലർ സിൻഡിക്കേറ്റ് കൂടിയത് ഡിസംബർ മാസം 24, 2025 അതിനുശേഷം ഇന്ന് വരെ റെഗുലർ സിൻഡിക്കേറ്റ് ഈ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നിട്ടില്ല. സർവകലാശാല നിയമം പറയുന്നു 60 ദിവസത്തിനുള്ളിൽ സിൻഡിക്കേറ്റ് യോഗം ചേരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 95 ദിവസം പിന്നിട്ടിരിക്കുന്നു നിയമപരമായി റെഗുലർ സിൻഡിക്കേറ്റ് കൂടേണ്ട ടൈം, സ്റ്റാറ്റ്യൂട്ടറി ടൈം പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോഴും സിൻഡിക്കേറ്റ് കൂടുന്നില്ല. സർവകലാശാലയുടെ അക്കാദമിക ഗവേഷണ പ്രവർത്തനങ്ങൾ 6 മാസക്കാലമായി സിൻഡിക്കേറ്റ് കൂടാത്തതിൻ്റെ ഭാഗമായി ഏതാണ്ട് വലിയ പ്രതിസന്ധിയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. കേരള സർവകലാശാല ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ അക്കാദമിക ഗവേഷണ മേഖലയിൽ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യമാണ് ഇന്ന് ഇവിടെ സംജാതമായിരിക്കുന്നത്. എന്നിട്ടോ സിൻഡിക്കേറ്റ് 6 മാസമായി കൂടാതെ സിൻഡിക്കേറ്റിൻ്റെ അധികാരങ്ങളെയെല്ലാം ഈ താൽക്കാലിക വൈസ് ചാൻസലർ തന്നിഷ്ടപ്രകാരം യഥേഷ്ടം കവർന്നെടുത്ത് അമിത അധികാര പ്രയോഗം നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഈ സർവകലാശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവസാനമായി നിങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത 37 ബോർഡ് ഓഫ് സ്റ്റഡീസ് റീകോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് അമിത അധികാര പ്രയോഗമാണ് സർവകലാശാല വൈസ് ചാൻസലർ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. സർവകലാശാല നിയമം പറയുന്നത് ബോർഡ് ഓഫ് സ്റ്റഡീസ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള അധികാരം, അവകാശം നിയമം നൽകുന്നത് സിൻഡിക്കേറ്റിനാണ്. സിൻഡിക്കേറ്റ് അത് കൃത്യമായി കഴിഞ്ഞ നാളുകളിൽ അതിൻ്റെ യോഗ്യത അനുസരിച്ച് കൃത്യമായി അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ ചെയർമാനെ വൈസ് ചാൻസലറാണ് നിശ്ചയിക്കുന്നത്. അതിനകത്ത് ഞങ്ങൾ ഇടപെടുന്നില്ല. പക്ഷേ സിൻഡിക്കേറ്റിൻ്റെ അധികാരം കവർന്നെടുത്തുകൊണ്ട് ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ ലേക്ക് അതിൻ്റെ മെമ്പേഴ്സിനെ എടുക്കാൻ നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ ഇറക്കാൻ പറ്റില്ല VCക്ക്. സിൻഡിക്കേറ്റിലുള്ള അധികാരമാണ്. ആ സിൻഡിക്കേറ്റാണ് നിയമം പറയുന്ന ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ആളുകളെ നിയോഗിക്കേണ്ടത്. ഇത് സിൻഡിക്കേറ്റാണല്ലോ അവസാനം അംഗീകരിക്കുന്നത്. സിൻഡിക്കേറ്റ് ചെയർ ചെയ്യുന്നത് വൈസ് ചാൻസലറാണ്. അവിടെ യോഗ്യതയില്ലാത്ത ആരെയെങ്കിലും കടത്തിക്കൊണ്ട് വരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ വൈസ് ചാൻസലർക്ക് ശ്രദ്ധയപ്പെടുത്തി, സിൻഡിക്കേറ്റിനെ ശ്രദ്ധയപ്പെടുത്തി അത് തിരുത്താം. അങ്ങനെ ഒരു അനുഭവം മുമ്പ് ഉണ്ടായിട്ടില്ല. എന്നിട്ട് അവിടെ അമിതാധികാര പ്രയോഗം നടത്തുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, സർവകലാശാലയുടെ 2026-27 വർഷത്തെ ബഡ്ജറ്റ് 2026 ഫെബ്രുവരി 28 സെനറ്റിൽ അംഗീകരിച്ച് അത് പാസ്സാക്കിയത്. സെനറ്റ് ഐകകണ്ഠേനയാണ് പാസ്സാക്കിയത്. 136 പദ്ധതികളാണ് ആ സെനറ്റ് ബഡ്ജറ്റിലൂടെ അംഗീകരിച്ചത്. ഇപ്പോൾ ഏതാണ്ട് 4 മാസക്കാലം പിന്നിടുകയാണ്. ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് യാതൊരുവിധ ഇടപെടലും VCയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല. സർവകലാശാല ബഡ്ജറ്റ് സെനറ്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കമ്മിറ്റി കൂടണം. ഇംപ്ലിമെൻറ്റേഷൻ കമ്മിറ്റി കൂടിയിട്ട് ഓരോ പദ്ധതികളുടെയും പ്രപ്പോസൽ ബന്ധപ്പെട്ടവരുടെ കയ്യിൽ നിന്നും മേടിക്കണം. അത് ഏതൊക്കെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് എത്തേണ്ടത് അത് ചർച്ച ചെയ്ത് സിൻഡിക്കേറ്റിലേക്ക് വേണം. സിൻഡിക്കേറ്റ് അംഗീകാരം കൊടുത്താൽ മാത്രമേ 2027 മാർച്ച് 31 മുമ്പ് ഈ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി കഴിയുള്ളൂ. സർവകലാശാല ബഡ്ജറ്റിൽ സർവകലാശാലയുടെ അക്കാഡമിക ഗവേഷണ പ്രവർത്തനങ്ങളാണ് പ്രധാനമായിട്ട് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയ 136 പദ്ധതികളാണ് സെനറ്റ് അംഗീകരിച്ചത്. ഈ പദ്ധതികൾ ഈ ബഡ്ജറ്റ് ഇംപ്ലിമെൻറ്റേഷൻ കമ്മിറ്റി കൂടാത്തതിൻ്റെ ഭാഗമായി നടപ്പിലാക്കാൻ കഴിയുന്നില്ല. ഈ പദ്ധതികൾ നടപ്പിലാക്കിയെങ്കിൽ മാത്രമേ ഭാവിയിൽ സർവകലാശാല ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഉൾപ്പെടെയുള്ള റാങ്കിങ്ങിൽ നമ്മുടെ സർവകലാശാലയ്ക്ക് ഇന്നുള്ള നില അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ബോധപൂർവം സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിക്കുക
എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ബഹുമാനപ്പെട്ട താൽക്കാലിക വൈസ് ചാൻസലർ ബഡ്ജറ്റിന് ഉൾപ്പെടെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന നടത്തുന്നു എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. കാരണം 4 മാസത്തിനിടയിൽ ഇലക്ഷൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇലക്ഷനും ഇതിന് തടസ്സമല്ല, കാരണം ഓൾറെഡി സെനറ്റ് ഇത് അംഗീകരിച്ചതാണ്. ഒരു മണിക്കൂറത്തെ കേസേ ഉള്ളൂ ബഡ്ജറ്റ് ഇംപ്ലിമെൻറ്റേഷൻ കൂടി പ്രപ്പോസൽ സ്വീകരിക്കുന്ന ഒറ്റ നടപടിക്രമേ ഉള്ളൂ. അതുപോലും തടയുകയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ബഡ്ജറ്റിൽ വിവിധ ഫണ്ടുകൾ നമ്മുടെ അധ്യാപകർ കണ്ടെത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതുകൂടെ വെച്ചിട്ടാണ് ഞങ്ങൾ ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. സർക്കാർ ഫണ്ടുണ്ട്. അപ്പം സമയബന്ധിതമായി ഈ പദ്ധതികൾ നടപ്പിലാക്കിയില്ലെങ്കിൽ സർവകലാശാലയിലേക്ക് അധ്യാപകർ കൊണ്ടുവന്ന ഫണ്ട് അല്ലെങ്കിൽ സർക്കാർ നൽകിയ ഫണ്ട് ലാപ്സായി പോകും. ഈ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നമുക്ക് സർവകലാശാലയെ നടപ്പിലാക്കാൻ കഴിയുന്നത്? ആ നിലയ്ക്ക് സർവകലാശാലയുടെ ഭാവിയെ ഉൾപ്പെടെ ബാധിക്കുന്ന നിലയിലേക്കുള്ള ഇടപെടലുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യമുള്ള തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ RSS മൈൻഡുള്ള ആളുകളെ പ്രധാനപ്പെട്ട കസേരകളിൽ ഇരുത്തി സർവകലാശാലയുടെ പ്രവർത്തനത്തെ എങ്ങനെ തടസ്സപ്പെടുത്താം എന്നുള്ളതിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 5 മാസക്കാലമായി 400ഓളം അധ്യാപകരുടെ പ്രൊമോഷൻ ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്ത് സിൻഡിക്കേറ്റിലേക്ക് വിട്ടിരിക്കുകയാണ്. സിൻഡിക്കേറ്റ് കൂടാത്തതിൻ്റെ ഭാഗമായി പല അധ്യാപകരും റിട്ടയർ ചെയ്തു പ്രൊമോഷൻ കിട്ടാതെ. മെയ് 31 നിരവധി അധ്യാപകർ റിട്ടയർ ചെയ്തു. അവർക്ക് പ്രൊമോഷൻ ഇതുവരെ കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ ഓൺലൈൻ അഡ്മിഷൻ കമ്മിറ്റി സർവകലാശാല സിൻഡിക്കേറ്റിലുള്ള അഫിലിയേറ്റഡ് കോളേജിൽ അധ്യാപകരെ ഒഴിവാക്കിക്കൊണ്ട് പുറത്തുനിന്നുള്ള അധ്യാപകരെ വെച്ചിട്ട് ഓൺലൈൻ അഡ്മിഷൻ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അവിടെ തന്നെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള സ്പോർട്സ് കോട്ടയുടെ വെരിഫിക്കേഷന് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ചാർജുള്ള അധ്യാപകൻ കൊടുക്കുന്ന ഒരു ലിസ്റ്റ് അട്ടിമറിച്ചിട്ട് വേറെ ലിസ്റ്റ് മേടിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. ഈ നിലയ്ക്ക് വലിയ തോതിലുള്ള അമിതാധികാര പ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മുൻ സർവകലാശാല സ്റ്റാൻഡിംഗ് കൗൺസിലിൻ്റെ ഓഫീസിലെ 2 പേരെ 2 സർവകലാശാലയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ആയി നിയമിച്ചിരിക്കുന്നു. ഇപ്പം 3ാമതായി കേരള സർവകലാശാലയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലിനെയും അടുത്ത ദിവസങ്ങളിൽ നിയമിക്കാൻ പോവുകയാണ് VC. അമിതാധികാര പ്രയോഗം തുടരുകയാണ് ഈ കേരള സർവകലാശാലയിൽ. സർവകലാശാലയുടെ കേസ് നടത്താൻ ഹൈക്കോടതിയിലേക്കുള്ള അഡ്വക്കേറ്റിനെ നിയമിക്കേണ്ടത് സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെ അധികാരമാണ്. ആ അധികാരവും അടുത്ത ദിവസങ്ങളിൽ കവർന്നെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഈ നിലയ്ക്ക് വളരെ വലിയ അമിതാധികാര പ്രയോഗം ഈ സർവകലാശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. സർവകലാശാലകളെന്ന് പറയുന്നത് സ്വതന്ത്ര അക്കാദമിക പ്രവർത്തനങ്ങൾ നടത്തേണ്ട സർക്കാർ സംരക്ഷിത സ്ഥാപനങ്ങളാണ്. സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. എന്നാൽ സർക്കാരാണ് ഈ സർവകലാശാലകളെ സംരക്ഷിക്കുന്നത്. സ്വാഭാവികമായും ഒരു സർവകലാശാല വൈസ് ചാൻസലർ ഈ നിലയ്ക്ക് അമിതാധികാര പ്രയോഗങ്ങൾ നിയമം ലംഘിച്ച് നടപ്പിലാക്കുമ്പോൾ അതിൽ സർക്കാർ ഇടപെടണ്ടേ? ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇടപെടണ്ടേ? അവർ ഇതിനകത്ത് ഇടപെടണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അടിയന്തരമായി ഇടപെടണം. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഈ ഒരു ഇടപെടൽ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നത് തടഞ്ഞത്. പക്ഷേ ഇന്ന് ഭരണം മാറിയ പശ്ചാത്തലത്തിൽ വൻതോതിൽ കേരളത്തിൽ നടക്കുന്ന കാവ്യവൽക്കരണത്തെ സംബന്ധിച്ചും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഈ സർവകലാശാലയിൽ 6 ഡീൻമാരിൽ ഒരാളൊഴിച്ച് ബാക്കിയെല്ലാം VCക്ക് താല്പര്യമുള്ള ആളുകളെ വെച്ചിരിക്കുകയാണ്. ഡീൻമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ അക്കാദമിക് രംഗത്ത് ഏറ്റവും മിടുക്കരും നല്ല ആളുകളെയാണ് എടുക്കേണ്ടത്. അത് സർവകലാശാലയ്ക്ക് ഉള്ളിൽ നിന്നെടുക്കാം, സർവകലാശാലയ്ക്ക് പുറത്തുനിന്ന് കൊണ്ടുവരാം. പക്ഷേ ഇവിടെ മിക്ക ഡീൻമാരെ നിയോഗിച്ചിരിക്കുന്നത് വൈസ് ചാൻസലർക്ക് താല്പര്യമുള്ള രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരെയാണ്. ഈ നിലയ്ക്ക് സർവകലാശാലയുടെ പൊതുപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഇവിടെ നടത്തുമ്പോൾ സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടണം എന്നാണ് ഞങ്ങൾക്ക് ഉള്ള അഭിപ്രായം. സർക്കാരിൻ്റെ ശക്തമായ നിയന്ത്രണം ഈ രംഗത്ത് കൊണ്ടുവരണം. 2 മാസത്തിലൊരിക്കൽ സിൻഡിക്കേറ്റ് കൂടണമെന്ന നിയമം ലംഘിക്കുന്നു. ഈ സർവകലാശാലയിൽ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും ഓർഡിനൻസും എല്ലാം സംരക്ഷിക്കപ്പെടേണ്ട ഉദ്യോഗസ്ഥൻ നിയമപരമായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് വൈസ് ചാൻസലറെയാണ്. ആ വൈസ് ചാൻസലർ തന്നെ ഇത് ലംഘിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു നിമിഷം സർവകലാശാലയുടെ വൈസ് ചാൻസലറായി തുടരാൻ അർഹതയില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ രംഗത്ത് സർക്കാരിൻ്റെ അഭിപ്രായം ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്. സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ല, ഞങ്ങൾ പറയുന്നത് സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടണം. സർക്കാരാണല്ലോ ഫണ്ടിങ് ഏജൻസി ഈ സർവകലാശാലയുടെ. അവർക്കിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. മുമ്പ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി VC ചെയ്യുന്ന ഇത്തരം നിയമവിരുദ്ധമായ കാര്യങ്ങളെ ആ ഘട്ടങ്ങളിൽ തന്നെ ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകുമായിരുന്നു. അത് കാണുന്നില്ല ഇവിടെ. അതുകൊണ്ട് അടിയന്തരമായി സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടണം. സിൻഡിക്കേറ്റ് വിളിക്കാൻ
നിയമപരമായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ നിയമം ലംഘിച്ച് സിൻഡിക്കേറ്റ് വിളിക്കാതിരുന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ നീക്കം ചെയ്യണം. അതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവണം. ബഹുമാനപ്പെട്ട ചാൻസലർ ഈ കാര്യത്തിൽ ഇടപെടണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കാരണം നിയമം നോക്കിയാണല്ലോ എല്ലാവരും പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ചാൻസലർ ഇതിനകത്ത് ഇടപെടണം. ഇവിടെ ഈ സിൻഡിക്കേറ്റിലുള്ള മുഴുവൻ അജണ്ടകളും അക്കാദമിക ഗവേഷണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, ബഡ്ജറ്റിൽ 136 ഐറ്റം ഉണ്ട്. ആ ഐറ്റം നിങ്ങൾക്ക് ഞങ്ങൾ സർക്കുലേറ്റ് ചെയ്തതാണ് ആ ബഡ്ജറ്റ് കാലയളവിൽ. നിങ്ങൾ നോക്കൂ, ആ 136 പദ്ധതികൾ ഈ സർവകലാശാലയിൽ നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഒന്നാം നിരയിൽപ്പെട്ട സർവകലാശാലയായി നമ്മുടെ സർവകലാശാല മാറും. അത്രയും അക്കാദമിക ഗവേഷണ പദ്ധതികൾ ഉൾപ്പെട്ട ഒരു ബഡ്ജറ്റാണ് ഇപ്പോൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്.